ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് സീരീസ് കഴിഞ്ഞ ദിവസം അവസാനിച്ചു. നമ്മളെല്ലാം ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് അവസാന ടെസ്റ്റ് ജയിച്ച് ഇന്ത്യ പരമ്പര സമനിലയിലാക്കി. അങ്ങനെ 2-2 ട്രോഫി പങ്കിട്ടു. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആ ടെസ്റ്റ് സീരീസിൽ 5 മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതും ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതുമായ ടോപ്പ് 5 പെർഫോമൻസിനെ കുറിച്ചാണ്. ടോപ്പ് റണ്ണിലേക്ക് വരുമ്പോൾ ഒന്നാമതായി ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ആണ് ഒന്നാം സ്ഥാനത്ത്. 754 റൺസാണ് അദ്ദേഹം 5 ടെസ്റ്റ് മാച്ചുകളിലായി ഈ സീരീസിൽ നേടിയത്. 10 ഇന്നിങ്സ് കളിച്ച അദ്ദേഹം 754 റൺസാണ് നേടിയത്. അതിൽ ഒരു ഡബിൾ സെഞ്ചുറിയും 3 സെഞ്ചുറിയും ഉൾപ്പെടുന്നു. രണ്ടാമതായി ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാർ ബാറ്റർ ജോ റൂട്ടാണ്. ജോ റൂട്ട് 537 റൺസാണ് നേടിയത്. 537 റൺസ് നേടി ജോ റൂട്ട് 2ാം സ്ഥാനത്തുണ്ട്. അദ്ദേഹം 3 സെഞ്ചുറിയും ഒരു ഹാഫ് സെഞ്ചുറിയുമാണ് നേടിയത്. 3ാം സ്ഥാനത്ത് ഇന്ത്യയുടെ ഓപ്പണർ KL രാഹുലാണ്. KL രാഹുൽ 532 റൺസാണ് നേടിയത്. 532 റൺസ് നേടിയ KL രാഹുൽ 10 ഇന്നിങ്സിൽ നിന്നായി 2 സെഞ്ചുറിയും 2 ഹാഫ് സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. നാലാമതായി ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയാണ്. രവീന്ദ്ര ജഡേജ 10 ഇന്നിങ്സിൽ നിന്നായി 1 സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറികളുമാണ് നേടിയത്. ഹാരി ബ്രൂക്കാണ് 5ാം സ്ഥാനത്ത്. ടോപ്പ് റൺ സ്കോറേഴ്സിൽ 481 റൺസാണ് ഹാരി ബ്രൂക്ക് നേടിയത്. 2 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറിയുമാണ് നേടിയത്. ഇതിൽ 1ാം സ്ഥാനത്തും 5ാം സ്ഥാനത്തുമുള്ള ശുഭ്മാൻ ഗില്ലും ഹാരി ബ്രൂക്കും പ്ലെയർ ഓഫ് ദി സീരീസ് അവാർഡ് ഷെയർ ചെയ്തു. ഇന്ത്യക്ക് വേണ്ടി പ്ലെയർ ഓഫ് ദി സീരീസ് നേടിയത് ശുഭ്മാൻ ഗില്ലാണ്, ഇംഗ്ലണ്ടിന് വേണ്ടി ഹാരി ബ്രൂക്ക്. ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പ് വിക്കറ്റ് ടേക്കേഴ്സ്. ടോപ്പ് വിക്കറ്റ് ടേക്കേഴ്സിൽ 1ാം സ്ഥാനത്ത് നൺ അതർ ദാൻ മുഹമ്മദ് സിറാജാണ്. ഇന്ത്യയുടെ ഈ സീരീസിലെ ബൗളിംഗ് സെൻസേഷൻ എന്ന് തന്നെ പറയാം. ഇന്ത്യക്ക് അവസാന ടെസ്റ്റിൽ വിജയം നേടിക്കൊടുത്ത മുഹമ്മദ് സിറാജ് 5 മാച്ചുകളിൽ നിന്നായി 9 ഇന്നിങ്സിൽ 23 വിക്കറ്റാണ് നേടിയത്. ജോഷ് ടങ്കാണ് 2ാം സ്ഥാനത്ത്. ജോഷ് ടങ്ങിൻ്റെ പെർഫോമൻസ് നമുക്ക് എടുത്തു പറയേണ്ടി തന്നെ വരും. കാരണം അദ്ദേഹം കളിച്ചത് 3 മത്സരങ്ങൾ മാത്രമാണ്. 3 മാച്ചിൽ നിന്നും 6 ഇന്നിങ്സിൽ നിന്നും 19 വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത്. 3ാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിൻ്റെ ടെസ്റ്റ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ആണ്. ബെൻ സ്റ്റോക്സ് 17 വിക്കറ്റുകളാണ് നേടിയത്. 4 മത്സരങ്ങളിൽ കളിച്ച അദ്ദേഹം 8 ഇന്നിങ്സിൽ നിന്നായി 17 വിക്കറ്റുകൾ നേടി. 4ാമതായി ബുംറയാണ്. ജസ്പ്രീത് ബുംറ 3 മത്സരങ്ങളിൽ 5 ഇന്നിങ്സിൽ നിന്നായി 14 വിക്കറ്റുകളാണ് നേടിയത്. 5ാം സ്ഥാനത്ത് ഇന്ത്യയുടെ തന്നെ പ്രസീദ് കൃഷ്ണയാണുള്ളത്. അദ്ദേഹവും 14 വിക്കറ്റ്. 3 മത്സരങ്ങളിൽ നിന്ന് 6 ഇന്നിങ്സ് കളിച്ച പ്രസീദ് കൃഷ്ണ 14 വിക്കറ്റുകളാണ് നേടിയത്. ഇതാണ് ഗൈസ് നമുക്ക് എടുത്തു പറയേണ്ട പെർഫോമൻസ് രവീന്ദ്ര ജഡേജ തന്നെയാണ്. രവീന്ദ്ര ജഡേജ 516 റൺസും 7 വിക്കറ്റും നേടി മികച്ച ഓൾറൗണ്ട് പെർഫോമൻസ് ഈ ടെസ്റ്റ് സീരീസിലുടനീളം കാഴ്ചവെച്ചു. ഓക്കെ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.